വിനോദസഞ്ചാര മേഖലകൾ വീണ്ടും തുറന്നതോടെ പഹൽഗാമിലേക്ക് സഞ്ചാരികൾ ഒഴുകി തുടങ്ങി. ഏപ്രിൽ മാസത്തിലായിരുന്നു തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരു പ്രദേശവാസി ഉൾപ്പെടെ 20 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടത്. തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ജമ്മു കാശ്മീരിലെ 16 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചതായി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശനിയാഴ്ച പ്രസ്താവിച്ചിരുന്നു. ഇതിൽ തന്നെ 8 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പാർക്കുകളും ജമ്മുവിലാണ്, 8 ശ്രീനഗറിലും. ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും ജമ്മു കാശ്മീരിനെ വിനോദസഞ്ചാരികൾ തങ്ങളുടെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കുന്നു എന്നതിന്റെ തെളിവാണ് വിനോദസഞ്ചാരികളുടെ ഈ ഒഴുക്ക്. അതേസമയം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നതും ഇവിടെ നിന്നാണ്. പഹൽഗാമാണ് അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ്. 38 ദിവസത്തെ അമർനാഥ് യാത്രയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ഇത്തവണത്തേതെന്നാണ് റിപ്പോർട്ടുകൾ. ഭീകരവാദ ഭീഷണികളെ മുൻകൂട്ടി തടയുന്നതിനായി ജാമറുകളും സ്ഥാപിക്കും. തീർത്ഥാടകർക്ക് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗ് നിർബന്ധമായിരിക്കും. അവരുടെ തത്സമയ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്.